എൻ്റെ പേര് നജീബ്. ഞാൻ വടുതല സ്വദേശിയാണ്. ഇവിടെ കാറ്ററിംഗ് സർവീസ് നടത്തുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള പൊറോട്ടയാണ്. അപ്പോൾ അതിൻ്റെ ചേരുവകളാണ് മുട്ട, കോഴിമുട്ട, പഞ്ചസാര, ഉപ്പ്, പാല്, ബേക്കിംഗ് പൗഡർ, 6 kg നാരങ്ങ. അതാണ് ചേരുവകൾ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുട്ട ഒഴിക്കുകയാണ്. പഞ്ചസാര ഓവറാവരുത്. അപ്പോൾ നമ്മുടെ കേരള പൊറോട്ട സ്വീറ്റ് പൊറോട്ട ആയിപ്പോവും. അപ്പോൾ പഞ്ചസാര കുറച്ച്. ഇനി പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ്, ഇനി നാരങ്ങ. ഒരു നാരങ്ങയുടെ നീരാണ് ഇതിലൊഴിക്കേണ്ടത്. അപ്പോൾ നാരങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറോട്ടയ്ക്ക് വൈറ്റ്നെസ് ഉണ്ടാവും, നല്ല കളറായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നാരങ്ങ ചേർക്കുന്നത്. ഇത് ബേക്കിംഗ് പൗഡറാണ്. അത് കുറച്ച് ചേർക്കുക. നമ്മൾ സാധാരണ സോഡാപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് ഏറ്റവും ബെറ്റർ. സോഫ്റ്റ്നെസ് കിട്ടാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ സോഡാപ്പൊടി ഇത്തിരി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ വ്യത്യാസം കാണിക്കും. അപ്പോൾ ഇത്തിരി ബേക്കിംഗ് പൗഡർ ഇത്തിരി കൂടിയാലും പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മളിപ്പോൾ ആ കൂട്ടിൽ ചേർക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വെക്കുന്നതാണ്. അതേപോലെ സെപ്പറേറ്റ് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആ ഉപ്പ് വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് മൈദയുടെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിട്ടേക്കുന്ന ചേരുവകളെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മൈദ ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിശ്രിതത്തിലേക്ക് നമ്മൾ മൈദ ചേർക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സംഭവം ഈ മൈദ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അടിക്കേണ്ട സ്ഥലമാണിത്. കൂട്ടി ഇളക്കിച്ചു. ഇനി മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴയാണ്. പൊറോട്ടയുടെ സോഫ്റ്റും ടേസ്റ്റും ഒക്കെ കുഴയുടെ അകത്താണ് ഇരിക്കുന്നത്. എത്രയും നന്നായിട്ട് കുഴക്കാൻ പറ്റും, അപ്പോൾ അത്രയും നല്ല പൊറോട്ട കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കുഴച്ച് ഇതിൻ്റെ പദം വരുത്തണം. അതായത് നമ്മൾ കുഴക്കുമ്പോൾ ഇങ്ങനെ തേക്കണം. മൈദ ഇങ്ങനെ തേച്ച് കുഴക്കണം. ഇങ്ങനെ തേച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പദം കറക്റ്റായിട്ട് വരും.
അപ്പോൾ ഇനി കുഴച്ച് വെച്ചേക്കുന്ന മാവ് കുറച്ച് എണ്ണ മൈദ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ തേച്ചിട്ട് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന നല്ലൊരു തോർത്ത് കേട്ടോ, നല്ല തുണി എടുത്ത് മൈദയിലിടുക. അതായത് മാവൊന്ന് പുളിക്കാനും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ നനഞ്ഞ തോർത്ത് മേലിടുന്നത്. എണ്ണ തൂക്കുന്നത് മേളിൽ എണ്ണ തൂക്കുന്നത് തോർത്ത് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ബോളിടാം. അത് കഴിഞ്ഞ് അത് ബോളിട്ട് കഴിഞ്ഞും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി വീശുന്നത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ മൈദയൊക്കെ പൊളിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് ബോളിടുകയാണ്. സംഭവം 2 പൊറോട്ടയുടെ ബോളാണ് ഇടുന്നത്. ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട കിട്ടും. ഒരു 150 ഗ്രാം സൈസാണിത്. ഈ ബോളിടുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീശാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടാവരുത്. എയർ ഉണ്ടായി നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ബോളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എയർ ഉണ്ടാവും, വീശി കഴിഞ്ഞ് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ എയർ മൊത്തം നെക്കിക്കളയണം. അതായത് ഈ തള്ളവിരലുകൊണ്ട് നല്ലോണം നെക്കി ഒരു തരി എയറില്ലാതെ നമ്മളങ്ങനെ ബോൾ എടുത്തിടുക. കൈ നല്ലോണം ടൈറ്റായി പിടിക്കണം കേട്ടോ, നല്ലോണം ടൈറ്റായിട്ട് പിടിക്കണം. അതാകുമ്പോൾ എയർ മൊത്തം പോയി നല്ല രീതിയിൽ കിട്ടും സാർ. ഉണ്ടോ? അപ്പോൾ ബോളിട്ടു. ഇനി കുറച്ച് എണ്ണ ഇങ്ങനെ പുരട്ടിയിട്ട് ബോളിൽ കയ്യിൽ എണ്ണ തുടച്ച് ബോളെടുത്ത് ഇങ്ങനെ എണ്ണ മൊത്തം പിടിപ്പിച്ച് ഇങ്ങനെ വെക്കും. നമ്മൾ എണ്ണ ബോളിൽ മൊത്തം പുരട്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ബോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇനി അതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ ഇട്ടില്ല നനഞ്ഞ തോർത്ത്, അതേപോലെ ഇവിടെയും നനഞ്ഞ തോർത്ത് തന്നെ നനച്ചിട്ട് മൂടി വയ്ക്കുക. പുളിച്ച് സെറ്റാകാൻ വേണ്ടിയാണ്. എന്നാലേ നമുക്ക് എളുപ്പത്തിൽ വീശാൻ പറ്റുള്ളൂ. ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ബോൾ റെഡി ആയിട്ടിരിക്കുകയാണ്, വീശാനുള്ള പരുവത്തിലായി. അപ്പോൾ ഇനി നമുക്ക് വീശി നോക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് പൊറോട്ട കല്ലിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മേപ്പറ് എണ്ണ ഒഴിച്ചു കൊടുക്കുക.
ഇത് ഡാൽഡയും ഓയിലും മിക്സിംഗ് ആണ്. രണ്ട് സമം എടുക്കുക. അപ്പോൾ പൊറോട്ടയ്ക്ക് സോഫ്റ്റ് ഉണ്ടാവും. ഇനി മറിച്ചിടാം. ഒറ്റ പ്രാവശ്യം മറിച്ചിടണം, അല്ലാതെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ പൊറോട്ട ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം മറിച്ചിടാൻ പാടില്ല. നമുക്കെടുക്കാം. ഇനി അടിച്ച് ഇത് എതൾ വിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് കേരള പൊറോട്ട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണല്ലോ. കണ്ടല്ലോ, നിങ്ങൾ വീഡിയോസ് കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ചെയ്തത് വലിയ പരിപാടിയാണ്. 50 കിലോ മാവിൻ്റെ പരിപാടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീടുകളിലൊക്കെ ചെയ്യണമെങ്കിൽ 1 കിലോ മാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 1 കിലോ മൈദ വെച്ച് പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ 1 കിലോ മൈദയ്ക്ക് ഒരു കോഴിമുട്ട, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പാല്, ഒരു നാരങ്ങയുടെ പകുതി വേണ്ട കുറച്ച് നാരങ്ങ നീര്, ഒരു ഇത്തിരി നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കുക. അപ്പോൾ ഇപ്പോൾ ചെയ്ത് കണ്ടില്ലേ നിങ്ങളെല്ലാവരും. അപ്പോൾ അതേപോലെ ചെയ്യുക. വീശാൻ ഇച്ചിരി പാടായിരിക്കും, എന്നാലും ഒരു 3-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് പരിചയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.